അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയുടെ ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിക്കും. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അതിരപ്പള്ളിയിലെത്തുക. ആനയുടെ ദുരവസ്ഥ വിവരിക്കുന്ന ദൃശ്യങ്ങൾ 24 പുറത്തുവിട്ട പശ്ചാത്തലത്തിലാണ് വനംവകുപ്പിന്റെ നടപടി. പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിക്കുന്നതിനുള്ള ഔദ്യോഗിക ഉത്തരവ് നാളെ പുറത്തിറങ്ങും. 24 ബിഗ് ഇമ്പാക്ട്. മസ്തകത്തിൽ വെടിയേറ്റതിന് സമാനമായ മുറിവുമായി കഴിയുന്ന ആനയുടെ ദൃശ്യങ്ങൾ ദിവസങ്ങൾക്ക് മുൻപ് 24 പുറത്തുവിട്ടു. എന്നാൽ ആനകൾ കുത്തുകൂടുന്നതിനിടയിലുണ്ടായ മുറിവാണെന്നും മുറിവ് ഉണങ്ങിത്തുടങ്ങിയതിനാൽ ചികിത്സിക്കേണ്ട കാര്യമില്ലെന്ന നിലപാടിലുമായിരുന്നു അതിരപ്പള്ളിയിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇന്ന് വീണ്ടും 24 പുറത്തുവിട്ടു. ശ്വാസമെടുക്കുമ്പോൾ ഉൾപ്പെടെ മസ്തകത്തിൽ നിന്ന് പഴുപ്പൊലിച്ചിറങ്ങുന്നതായിരുന്നു ദൃശ്യം. ആനയുടെ ശാരീരികാവശത വെളിവാക്കുന്ന ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെയാണ് വനം വകുപ്പിന്റെ നിർണായക ഇടപെടൽ. അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക മെഡിക്കൽ സംഘം രൂപീകരിച്ച ആനയ്ക്ക് തുടർ ചികിത്സ ഉറപ്പാക്കും. നാളെ ഔദ്യോഗിക ഉത്തരവ് പുറത്തിറങ്ങിയാൽ മെഡിക്കൽ സംഘത്തെ രൂപീകരിക്കാനാണ് തീരുമാനം. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ പിടികൂടി ചികിത്സിക്കും. മെഡിക്കൽ സംഘം രൂപീകരിച്ചാൽ 2 ദിവസത്തിനകം ഡോക്ടർ അരുൺ സക്രിയ അതിരപ്പള്ളിയിലേക്ക് എത്തിയേക്കുമെന്നാണ് വിവരം. 24 തൃശൂർ.